ഇഡ്ഡലി മാവ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേനുമിഠായി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് ഇഡ്ഡലി മാവിലേക്ക് ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡയും കാണാൻ നല്ലൊരു ഭംഗിക്കായിട്ട് ഒരു 2 നുള്ളി റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കൈ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ നമുക്ക് ഈ ഒരു മാവ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒരു നുള്ളു ഫുഡ് കളറും കൂടെ ചേർത്ത് ഒരു സിറപ്പ് തയ്യാറാക്കാം. ഒരു ഫ്ലേവറിനായിട്ട് ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി സിറപ്പ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് അതിലേക്ക് ഇട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ബോൾസ് പഞ്ചസാര നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി ഓരോ ബോൾസും നമുക്കിതുപോലെ പഞ്ചസാരയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേനുമിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.